കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴക തസ്തികയിലേക്ക് ഈഴവ ഉദ്യോഗാർത്ഥിക്ക് അഡ്വൈസ് മെമ്മോ അയച്ചു. ജാതി വിവേചനം നേരിട്ടതിനെ തുടർന്ന് BA ബാലു രാജിവെച്ച ഒഴിവിലേക്കാണ് നിയമനവുമായി മുന്നോട്ടു പോകുമെന്ന് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ KB മോഹൻദാസ് അറിയിച്ചു. അതൊന്നും എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അതൊക്കെ അവിടുത്തെ സാഹചര്യം അനുസരിച്ചും ഓരോ കാൻഡിഡേറ്റ്സിൻ്റെയും, പക്ഷേ അന്നത്തെ ഒരു പശ്ചാത്തലമല്ല ഇന്ന് എന്നാണ് മനസ്സിലാക്കുന്നത്. അന്നുണ്ടായ സംഭവം ഇങ്ങനെ ചില സാഹചര്യങ്ങളുണ്ടായപ്പോൾ ഭരണസമിതിയെ പോലും അറിയിക്കാതെ അഡ്മിനിസ്ട്രേറ്ററുടെ സ്വന്തം നിലയ്ക്ക് ആ കാൻഡിഡേറ്റിനെ താൽക്കാലികമായിട്ട് വേറെ ചുമതലയിലേക്ക് ഡിപ്ലോയ് ചെയ്തു. അങ്ങനെയാണ് മനസ്സിലാക്കിയത്. അതിന് ആ കാര്യത്തിൽ ഗവൺമെൻറ് തന്നെ അഡ്മിനിസ്ട്രേറ്ററോട് എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ടെന്നാണ് മന്ത്രി പറഞ്ഞത്. ആ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനി അത്തരമൊരു നടപടി ഉണ്ടാകാൻ വഴിയില്ല. സ്വാഭാവികമായിട്ടും ഈ കാൻഡിഡേറ്റ് തന്നെ അവിടെ ഘടകപ്രവൃത്തി ചെയ്യേണ്ടതായിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഒരു പ്രതികരണത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അതേസമയം നിയമനത്തെ എതിർത്ത് വാര്യർ സമാജം രംഗത്തെത്തിയിരിക്കുന്നു. ആ പ്രതികരണത്തിലേക്ക് കൂടി. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം ഇരിഞ്ഞാലക്കുട തെക്കേവാരത്തേക്കുള്ളതാണ്. ആ വാര്യർ സമുദായ അംഗത്തിൽപ്പെട്ടവർ കഴകപ്രവൃത്തി ചെയ്യാനായിട്ട് എത്രയും കാലം ഉണ്ടോ അവരോടൊപ്പം നിൽക്കുകയും അവർക്ക് അത് നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയുള്ള നിയമപരമായ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. തിരുവിതാംകൂർ അതേപോലെ തന്നെ കൊച്ചിൻ ദേവസ്വം, മലബാർ ദേവസ്വം ബോർഡിലെ കാരായ്മ കഴകക്കാർക്ക് വേണ്ടി ഒരു റിട്ട് ഹർജി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യേണ്ട കാര്യവും സമസ്ത കേരള വാര്യർ സമാജം ആലോചിച്ചു വരുന്നുണ്ട്. ആശങ്കയില്ലെന്നും ക്ഷേത്ര ജോലി ചെയ്യുന്നവർ കുടുംബത്തിലുണ്ട് എന്നുമാണ് അഡ്വൈസ് മെമ്മോ ലഭിച്ച ചേർത്തല സ്വദേശി KS അനുരാഗിന്റെ പ്രതികരണം. ദൈവാനുഗ്രഹം എന്ന് വിചാരിക്കുന്നു. എന്തായാലും ജോലി ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോയിന്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ ചെയ്യാനാണ് തീരുമാനം. നന്നായിട്ട് പോകുമെന്ന് വിചാരിക്കുന്നു. നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കുന്നില്ല. നമ്മുടെ ചിറ്റപ്പന്മാരെ, അച്ഛനനിയന്മാരൊക്കെ ശാന്തിമാരാണ്. അപ്പൊ പോയുള്ള ഒരു ഉണ്ട്. എല്ലാം നന്നായിട്ട് പോകുന്നു. ഇനിയൊന്നും അങ്ങനെ ഉണ്ടാവത്തില്ല എന്നുള്ള പ്രതീക്ഷയിൽ. അശ്വിൻ പാലാഴിയുണ്ട് വിശദാംശങ്ങളുമായി ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന്. അശ്വിൻ, അപ്പോൾ ബാലുവിന് പകരം അവിടേക്ക് പുതിയ നിയമനം വരികയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ അശ്വിൻ? ഉന്മേഷ്, ഇപ്പോൾ നമ്മൾ കേട്ട KS അനുരാഗിൻ്റെ വാക്കുകൾ തന്നെയാണ് അന്ന് ഈ നിയമനം ലഭിച്ചപ്പോൾ ബാലുവും മാധ്യമങ്ങളോട് പറഞ്ഞത്. ദൈവാനുഗ്രഹമാണ് എന്ന് വിശ്വസിക്കുന്നു, ജോലിയിൽ പ്രവേശിക്കുമെന്നുള്ളത് തന്നെയായിരുന്നു അന്ന് പറഞ്ഞത്. അതിന് പിന്നാലെയാണ് വലിയ വിവാദങ്ങൾ തലപൊക്കിയത്. എന്തായാലും ഇപ്പോൾ ഈ KS അനുരാഗിൻ്റെ നിയമനത്തിനും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതിൻ്റെ സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാനമായ അല്പസമയം മുമ്പ് വന്ന പ്രതികരണം അത് വാര്യർ സമാജത്തിൻ്റെതാണ്. അവർ കടുത്ത എതിർപ്പാണ് പുതിയ നിയമനത്തിലും ഉയർത്തുന്നത്. അത് തെക്കേ വാര്യത്ത് കുടുംബത്തിന് അവകാശപ്പെട്ടതാണ് കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം ജോലി എന്നുള്ളതാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്ക് മറ്റൊരാൾ വന്നാൽ അതിനെ ശക്തമായി എതിർക്കുമെന്നും നിയമപരമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് നിലവിൽ വാര്യർ സമാജത്തിൻ്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ഈ പ്രാഥമികമായി തന്നെ ആദ്യം തന്നെ അവരുടെ വാര്യർ സമാജത്തിൻ്റെ എതിർപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. അതേസമയം കേരള ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് അവരുടെ നിലപാടും വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. നിയമനവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. എതിർപ്പുകൾ പരിഗണിക്കുന്നില്ല. കാരണം നിയമപരമായാണ് നിലവിലെ ഈ നിയമനം നടത്തിയിരിക്കുന്നത്. അത് അതിൻ്റെ ഈ മറ്റ് നിയമവശങ്ങളൊക്കെ നോക്കുമ്പോൾ ഈഴവ വിഭാഗത്തിൽപ്പെട്ട ആൾക്ക് തന്നെയാണ് നിയമനം നടത്തേണ്ടത് എന്നുള്ളതാണ് ദേവസ്വം ബോർഡും പറയുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ KA ബാലുവിനെ എതിർത്തത് അദ്ദേഹം ഒരു ഈഴവനായതുകൊണ്ടാണ് എന്നടക്കമുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. അതിനെ ഇപ്പോൾ വാര്യർ സമാജം തള്ളിക്കളയുന്നുമുണ്ട്. അത് പാരമ്പര്യത്തിൻ്റെ ഒരു പ്രശ്നമാണ്, അല്ലാതെ ജാതി പ്രശ്നമൊന്നും ഞങ്ങൾ ഉയർത്തുന്നില്ല എന്നുള്ളതാണ് വാര്യർ സമാജത്തിൻ്റെ നിലപാട്. എന്തായാലും ഈ നിലവിൽ KS അനുരാഗ് ഈ ജോലിയിലേക്ക് നിയമന ഉത്തരവ് കിട്ടിയാൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വന്നാൽ വീണ്ടും വലിയ വിവാദത്തിലേക്കും ഒപ്പം നിയമ പോരാട്ടത്തിലേക്കുമൊക്കെ ഈ കഴക നിയമനം പോകാനുള്ള സാധ്യതകളാണ് നിലവിൽ കാണുന്നത്. ഉന്മേഷ്, ശരി. അശ്വിൻ പാലാഴിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.